ഞാൻ വിചാരിച്ചതേ, ഞാനിത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച നായികയെ കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ആദ്യത്തെ ചോദ്യം, ഈ തൊണ്ടത്തൊഴിലാളി യൂണിയനിലുള്ള ആളെന്നൊക്കെ പറയുമല്ലോ, ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആളാണ്, ആൾക്ക് ശബ്ദമേ ഇല്ല. അങ്ങനെ ഒരു ക്യാരക്ടറിന് ആളെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അതാണ്, അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി. അതൊരു വെറൈറ്റി ആയിട്ട് പിടിച്ചു. ഈ കോള് വന്നപ്പോ എന്താ വിചാരിച്ചോ, ഇതിനെങ്കിലും ഡബ് ചെയ്യണ്ടല്ലോ എന്നാണോ? ഇല്ല, ഫസ്റ്റ് ഊമയാന്നൊന്നും പറഞ്ഞിട്ടില്ല. ബിഗിനിങ്ങിലേക്ക് ഡയലോഗ്സും ഇതൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നമുക്കൊരു ഡിഫറെന്റ് ആയിട്ട് ഈ ക്യാരക്ടർ ഒന്ന് പിടിക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഊമയായിരിക്കും, ഡയലോഗ്സ് ഒന്നും ഉണ്ടാവില്ല. അതിവിടെ ഇവര് ശരിക്കും കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പുള്ളിക്കാരത്തെ കൊണ്ടുവന്നു, ഒരു ക്യാരക്ടർ ചെയ്യിക്കുന്നു, ഇനിയൊരു ക്യാരക്ടറിന് ഡബ് ചെയ്യുകയും ചെയ്യും. ഒരാളുടെ പൈസ കൊടുത്താൽ മതിയല്ലോ, ഏത് പടത്തിന് അഭിനയിച്ചവർക്ക് ഡബ് ചെയ്യണമല്ലോ, അപ്പൊ അത് വേറൊരു ക്യാരക്ടർ ഡബ് ചെയ്യും. അങ്ങനെ വളരെ കാണുന്നത്ര ഭാവമല്ല അല്ലേ? ശാസ്ത്രീയമായിട്ടാണ്. എന്നിട്ട് സമ്മതിക്കുകയും ചെയ്തു. സമ്മതിച്ചു ക്യാരക്ടർ. പക്ഷെ രവീണനെ കണ്ടിട്ടോ ടെൻഷനായി പോയത്, അത് അത്ര വൈറൽ പ്രസവിക്കൂ പടം കാണുമ്പോ. ശബ്ദത്തിന്റെ കാര്യം പറയുമ്പോ ലാൽ സാറിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല. നേരത്തെ നമ്മളിപ്പോ ലാൽ എന്ന് പറയുമ്പോ ഈ ലാലിന്റെ ഒരു മേളമാണല്ലോ, അപ്പൊ നമ്മൾ സിദ്ദിഖ് ലാലിന്റെ ലാൽ എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇപ്പൊ ഗുഹയിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ലാൽ എന്ന് പറയും. സ്വന്തം സിനിമയിൽ ഈ നമ്മൾ ട്രോളിലൊക്കെ പറയല്ലോ, എന്നെ ട്രോളാൻ എനിക്ക് ഒരാളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത്, സ്വന്തം പ്രൊഡക്ഷനിൽ സിനിമ വന്നപ്പോ സ്വയമായിട്ട് അങ്ങ് ട്രോൾ ചെയ്താണോ ലാൽ സാർ? അല്ല, ഞാനത് എൻജോയ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ശബ്ദത്തെ പറ്റി പറയുമ്പോൾ സംതിങ് ഡിഫറെന്റ് ആകുന്നു എന്ന് പറയുന്നതിനകത്ത് ഉറപ്പായിട്ടുള്ള കാര്യമാണല്ലോ. മറ്റുള്ളവരെ പോലെ അല്ല എന്ന് പറയുന്നത്, അത് വലിയ കാര്യമാണ്. പിന്നെ ഇത്ര ഗാംഭീര്യത്തില് ലാൽ സാറിന്റെ നമ്മളൊരു സിനിമ കാണുമ്പോഴേ, ഇപ്പൊ ലാൽ സാറിന്റെ ഇന്നൊരു ഇന്റർവ്യൂ ഞാനിരുന്ന് കാണാം, ലാൽ സാറിനൊക്കെ വേറൊരു ശബ്ദത്തിൽ കേട്ട് നോക്കിയേ, നോക്കാനോ കാണാനോ ഞാനിപ്പോ തെലുങ്ക് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, തെലുങ്ക് കന്നഡ. പക്ഷെ ഈ പടത്തിലൊന്നും അഭിനയിക്കുമ്പോഴൊക്കെ തെലുങ്കൊന്നും ഡബ് ചെയ്യാൻ വയ്യ, തമിഴ് ഞാൻ തന്നെ ഡബ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരൊറ്റ പടം കണ്ടിട്ടില്ല ഇതുവരെ. അത് പോയി കാണുമ്പോൾ നമ്മുടെ വായിൽ വേറൊരാളോ നാക്കിട്ട് കളക്കണമെന്ന് പോലെ നമുക്ക് തോന്നുന്നത്, വേറെ ആൾക്കാരെ ഡബ് ചെയ്ത് മറ്റൊരാളുടെ വായിൽ നിന്നുള്ള ശബ്ദം നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അറപ്പാണ്, ഇത് ഞാനല്ല, ഞാൻ ഇങ്ങനെ അല്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ഇപ്പൊ ഞാൻ ചെയ്യട്ടെ, ഞാൻ ഈ സൗണ്ട് കേൾക്കുമ്പോ വിചാരിക്കുന്നത്, ഇങ്ങനെ ഒരാൾ, അതായത് സിനിമയ്ക്ക് മുന്നേ നാടകങ്ങളിൽ സ്ത്രീ വേഷം ചെയ്തിരുന്നത് ഈ ശബ്ദം വെച്ചത് എങ്ങനെയാ? അല്ല, ഞാൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് വളരെ വളരെ ചെറുപ്പമൊന്നുമല്ല, ഒരു 15 വയസ്സുള്ള സമയത്തൊക്കെ. അന്നൊക്കെ ഞാൻ ഹീറോയിന്റെ വേഷമാണ് ചെയ്തിരുന്നത്. അപ്പൊ വയസ്സ് ശരിക്കും കുറച്ച് തിന്നായിരിക്കും. നല്ല പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നു. ശരിക്കും ഞാൻ ബലിത്തറ എന്നൊക്കെ ബലിത്തറ, റാണി കൃപാവതി എന്നൊക്കെ പറയുന്നത്. റാണി കൃപാവതി ഒക്കെ ഫുൾ ലെങ്ത് നാടകമാണ്, ബലിത്തറ ഒരു ഏകാംഗ നാടകമാണ്. അതിനൊക്കെ ഞാൻ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ അത് കാണാൻ കോലം ഇങ്ങനെ മെലിഞ്ഞായിരിക്കുന്നെങ്കിലും അന്നത്തെ ഏറ്റവും വലിയ എന്റെ പ്ലസ് പോയിന്റ് ശബ്ദം എങ്ങനെയാണെന്നുള്ളതാണ് ഹീറോയിനാക്കാനുള്ള കാരണം.